ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത എന്ന് പറയുന്ന അഹങ്കാരിക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോയി. നിങ്ങളുടെയൊക്കെ കാഴ്ച ശരിയാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങ് പോയി കഴിയുമ്പോൾ, നിൽക്കടി അവിടെ, നീ എന്താടി പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം, എത്ര പറഞ്ഞാലും അത് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു കൃഷ്ണ. അതൊരു രോഗമാന്നേ, അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങ് പോയപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര കലിപ്പ് ബബിതയ്ക്ക്. ബബിത എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ ഫോൺ എടുത്ത് മോളെ വിളിക്കുക. നീ വീട്ടിലുണ്ടോ കോളേജിലാണോ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയില്ല അമ്മേ, വീടിന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല എന്ന് ബബിത പറയാം. അച്ഛൻ വീട്ടിലുണ്ടല്ലോ അല്ലേ, ഷോപ്പിൽ പോകാൻ തുടങ്ങിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പം, ഇല്ല ഷോപ്പെല്ലാം ഇപ്പോഴും അടച്ചിട്ടേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ, നിങ്ങൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനിവിടെ കുഴപ്പമൊന്നുമില്ല. അല്ല, കമലേട്ടത്തി എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുകയാണ്. അലീനയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മ എന്നതാ കേട്ടത് എന്ന് മോൾ അമ്മയോട് ചോദിച്ചു. അവൾ ആ മറ്റേ പെണ്ണിനെ കാണാൻ ആ കോളനിയിൽ പോയെന്നോ, അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി എടുത്തിട്ട് മെതിച്ചെന്നോ, മണ്ണെണ്ണ ഒഴിച്ച് കുളിപ്പിച്ചെന്നോ? നേരാണോടി ഇതൊക്കെയെന്ന് ചോദിക്കുമ്പം, ഒന്നും പറയണ്ട എൻ്റെ അമ്മ, ആ പെണ്ണിൻ്റെ മൂത്ത ആങ്ങളെ ചെറുക്കൻ മണ്ണെണ്ണ തല വഴി ഒഴിച്ചു കൊടുത്തുവെന്നും ഇളയവൻ്റെ കയ്യിലായിരുന്നു തീപ്പെട്ടിയെന്നും ആ മരങ്ങോടൻ എത്ര വരച്ചിട്ടും തീപ്പെട്ടി കമ്പ് കത്തിയില്ല എന്ന് പറയുമോ, അതുകൊണ്ട് അവളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു എന്ന് ബബിത. ഇപ്പം ആരാടി തീപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്, ലൈറ്റർ ഇല്ലായിരുന്നു ഒരുത്തൻ്റെയും കയ്യിലെന്ന് ചോദിക്കുമ്പം, എന്നാ പറയാനാ, അവരുടെ ആയുസിൻ്റെ ബലം. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓടി വന്ന് തടഞ്ഞു. അയാൾക്ക് അലീനയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നെന്ന്. ഇപ്പോൾ പാലായിലെ ഓട്ടോറിക്ഷക്കാരന് അവളുമായിട്ട് എങ്ങനെയാണ് പരിചയം, ആർക്കറിയാമേ? അവൾ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊന്നും അനാഥാലയത്തിലൊക്കെ പോവാറുണ്ടല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരും ആരുമായിട്ടായിരിക്കും അവൾക്ക് കറക്കം. ആ ഓട്ടോക്കാരൻ തക്ക സമയത്ത് അവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ബബിതയ്ക്ക് സംശയം. ആ കോളനിയിലാണ് അയാളുടെ വീടെന്നാണ് കേട്ടതെന്ന് ബബിത. അമ്മയ്ക്കത് വല്ലാത്ത സങ്കടമായിപ്പോയി. അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതെന്നും പറഞ്ഞു. നിന്റെ അച്ഛനൊന്നും ചോദിച്ചില്ലേ അവളോട്, എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, അവൾ വന്ന പാടെ അച്ഛൻ്റെ അടുത്ത് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അച്ഛനൊന്നും തിരിച്ചു പറഞ്ഞില്ലേ? അച്ഛൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അവൾ എന്നാത്തിനാ അവിടെ പോയത്? അപ്പം ശരണ്യമോളെ ശുശ്രൂഷിക്കാൻ. അപ്പം അവിടെ ഒരുത്തി അവശയായിട്ട് കിടക്കുവാണല്ലോ, അവളെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്തണം, എഴുന്നേൽപ്പിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറയുമ്പം, ഈ അലീനയ്ക്ക് ഇത് എന്നാത്തിൻ്റെ സൂക്കേടാണെന്ന് ബബിതയോട് ചോദിക്കുകയാണ് നമ്മുടെ വൈജ. അവൾക്ക് നമ്മുടെ വീടാണോ വലുത് അതോ മറ്റേ പെണ്ണാണോ വലുതെന്നൊക്കെ ചോദിച്ച് വൈജ ഒച്ച വയ്ക്കുമ്പം, അവൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പോയതല്ലേ അമ്മേ, അവളുടെ മമ്മി അതല്ലേ അവളെ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നേ, അനാഥരെയും പാവപ്പെട്ട രോഗികളെയൊക്കെ ശുശ്രൂഷിക്കണമെന്നല്ലേ പഠിച്ചേക്കുന്നത്, അപ്പം അതല്ലേ ചെയ്യുള്ളൂ. കഴക്കൂട്ടത്തെ ഓർഫണേജിൽ അവൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, എന്നിട്ട് എന്നാ പറ്റി, കണക്കിന് കിട്ടിയില്ലേ? മണ്ണെണ്ണ ഒഴുക്കിയും തല്ലി ചതയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് ഒരു അടക്കമൊക്കെ വന്നു എന്ന് ചോദിച്ചു അമ്മ. എവിടുന്ന്? അവൾ ഇന്നും പോയിരിക്കുക അങ്ങോട്ട് തന്നെ. ആ കോളനിയിലോട്ട് അവൾ പോയോ? ആണെന്നേ, അവൾക്കൊന്നും ഒരു പേടിയില്ല, അതാണ് എനിക്ക് അതിശയം എന്ന് പറഞ്ഞപ്പം, പോയിട്ട് വരട്ടെ എന്നുള്ള രീതി കിടക്കുക വൈജ. ഇന്നലെ തന്നെ അവളോട് അത്രയൊക്കെ ചെയ്തിട്ടും അവൾ ആ വീട്ടിൽ കയറി ശരണ്യയും കണ്ട് അവളെ ആശ്വസിപ്പിച്ചിട്ടാ തിരിച്ചു പോകുന്നത്. സമ്മതിക്കണം അവളെ. അപ്പോൾ ഇന്ന് പിന്നെയും പോയത് എന്നാത്തിനാ? പറഞ്ഞില്ലേ അമ്മേ, ആ പെണ്ണിനെ എല്ലാം ഫേസ് ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോയിരിക്കുകയാണെന്ന്. എന്നിട്ട് വേണം ആ പെണ്ണ് കോടതിയിൽ കയറി നിന്ന് രോഹിയെ ഹരിയെയും ചൂണ്ടിക്കാണിച്ച് തെളിവ് കൊടുക്കാനല്ലേ? അപ്പം അതാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. പാമ്പിനെയാണല്ലോ ഈശ്വര വീടിനകത്ത് വളർത്തി പാല് കൊടുത്തോണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛൻ ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലേ, പൊട്ടനാണോ എന്നൊക്കെ വൈദ്യ ചോദിക്കുമ്പം, ഞാൻ ആരോട് പറയാനാ, കൃഷ്ണയോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ തിന്നാൻ വരുന്നു. നമ്മുടെ വീട്ടിലൊരു പ്രതി ഉള്ളപ്പോൾ വാദിയായ ആ പെണ്ണ് നമുക്ക് എതിർകക്ഷിയല്ലേ എന്ന് ചോദിച്ചു. ശത്രുവല്ലേ? ശത്രുവിനെ സഹായിക്കുമോ ആരെങ്കിലും? അപ്പോൾ അമ്മ അച്ഛനോട് ഇതൊക്കെ ചോദിക്കുക, ഇതൊക്കെ ശരിയായ കാര്യമാണോ എന്ന്. സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്നതൊന്നും ബാലചന്ദ്രൻ അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ലല്ലോ. അലീന ചെയ്യുന്നതല്ല 100% ശരി, അവളെ പൊക്കി പിടിച്ചാൽ മതിയല്ലോ ഓർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ കിടന്ന് ഒച്ച വയ്ക്കുക. എനിക്ക് ചുമ്മാ ദേഷ്യം കൊണ്ട് വിറഞ്ഞു വരുന്നു. നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. ബബിത മോൾ അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ വൈജ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് വന്നിട്ട് ഒരാളെ കാണാൻ വന്നു, കൊല്ലപ്പള്ളിയിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞു. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് കയറി വന്നു. ഞാനങ്ങനെ പറഞ്ഞു, ചേച്ചി കയറി വരാൻ പറഞ്ഞപ്പോൾ, ചേച്ചിയോ? ഞാനെങ്ങനെ എഴുതിയിട്ട് ചേച്ചി ആകുന്നത്? ഞാൻ നേഴ്സിനോട് കമല ദേഷ്യത്തോടെ ചോദിക്കുക. എന്നെക്കാളും 10 വയസ്സ് കൂടുതലുണ്ടല്ലോ നിനക്ക്, എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ നിനക്ക് പ്രായം കുറയോ? ഇല്ല. അത് ആദ്യം മനസ്സിലാക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കമല ആ നേഴ്സിനോട് ചൂടായി. ആ നേഴ്സ് ഇത് എന്ത് ജന്മമാണെന്ന് ഓർത്തങ്ങ് ഇറങ്ങിപ്പോയി. അപ്പം നിന്നെ ഇവരൊക്കെ ചേച്ചി എന്നാണോ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ, എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരെ ഞാൻ അപ്പം തന്നെ ആൻറ്റി എന്ന് വിളിക്കും, അതോടെ നിൽക്കും ചേച്ചി വിളി എന്ന് വൈജ.
ചിലർക്ക് ഇതൊരു രസമാ, നമ്മളെ കളിയാക്കുന്നതാന്നേ എന്നും പറഞ്ഞ കമലടത്തി ഒറ്റയ്ക്കാണോ, കൂടെ ആരും വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ശിവേട്ടനുണ്ടായിരുന്നു, വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ, അതുകൊണ്ട് ഇങ്ങ് പോകുന്നതാണെന്ന് കമല പറയാം. നിന്നെ കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ച് വന്നതാ. ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാ വക്കീലിൻ്റെ ഓഫീസെന്നും പറഞ്ഞു. കമലയിടത്തേക്ക് വരാൻ തോന്നിയല്ലോ, നന്നായെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തെന്നൊക്കെ പറയുമ്പം ഞാനൊരു വിവരം പറയാൻ കൂടി വേണ്ടിയിട്ടാട്ടോ വന്നത്. അലീന ഉണ്ടല്ലോ, ഇന്നലെ അവളുടെ പുക കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അവൾ അവിടെ എന്തിനു പോയതാ? അവളെ അവിടെ നിന്ന് രക്ഷിച്ചതാരാ? ഒരു ഓട്ടോക്കാരനാ, പേര് ഷാജി എന്നാ പറയുന്നത് കേട്ടതെന്നൊക്കെ പറയാണ് ഈ കമല. അവനും അലീനയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ കാണും, അവള് വേലയെടുക്കുന്ന പൈസ മുഴുവൻ ഇങ്ങനത്തെ ഓരോരുത്തന്മാർ വാങ്ങിച്ചുകൊണ്ട് പോയി തിന്നുകയല്ലേ എന്ന് വൈജ. ആ ചെക്കൻ എവിടുന്നോ ഓടി വന്ന് അവളെ കത്തിക്കാനുള്ള തീപ്പെട്ടിയും തട്ടിപ്പറിച്ച് മേടിച്ച് അവളെ രക്ഷപ്പെടുത്തി എടുത്തു. എന്നിട്ട് അവൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയെന്നാ പറഞ്ഞത്. എന്നിട്ടോ അവൾക്ക് അവൻ വേറെ ഡ്രസ്സൊക്കെ കൊടുത്താ തിരിച്ചയച്ചത്. ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അവളുടെ മണ്ണെണ്ണ ഡ്രസ്സ് മാറ്റണ്ടേന്ന് കമല. അതും മാറ്റി അവൻ അവളെ കുളിപ്പിച്ചിട്ടാ വേറെ ഡ്രസ്സ് കൊടുത്തതെന്നും എന്നിട്ട് അവൻ്റെ ഓട്ടോയിൽ തന്നെ കടപ്പാട്ടൂർ കൊണ്ടുവന്നാക്കിയെന്നും പറയാം. ഇതൊക്കെ കേട്ടപ്പം ഒരു ഓട്ടോക്കാരൻ അവളോട് അത്രയും ഫ്രീ ആയിട്ടൊക്കെ പെരുമാറണമെങ്കിൽ അതൊന്നും ഇന്നലെയും തുടങ്ങിയ കണക്ഷൻ അല്ലല്ലോ, എന്തെങ്കിലും കാണും എന്ന് വൈജ. അവനെ കാണാൻ പോയതാണെന്നാ എൻ്റെ സംശയം എന്നൊക്കെ പറഞ്ഞ് കമല. നാട്ടുകാർ പെരുമാറിക്കഴിഞ്ഞപ്പോൾ കഥ മാറ്റി മറിച്ചതാണെന്നും എനിക്കെങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി അഥവാ മറ്റേ പെണ്ണിനെ കാണാൻ പോയതാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്തിനായിരിക്കും അത്? എന്നതാ അവളുമായിട്ടുള്ള ബന്ധം? അവൾ അലീനയുടെ ആരാ? അപ്പോൾ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ വൈജയ്. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടും ബാലചന്ദ്രൻ അവളെ വീട്ടിൽ കയറ്റിയതിലാ എനിക്ക് അതിശയമുള്ളതെന്ന് പറഞ്ഞു. പുനാറ് മകളല്ലേ, ഉപേക്ഷിക്കാൻ പറ്റുമോ? ബബിതയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ക്ഷമിക്കുക ബാലചന്ദ്രൻ എന്ന് ചോദിച്ചപ്പം എന്നതായാലും സമ്മതിക്കണം കേട്ടോ വൈജയ്. കമലയിടത്തേക്ക് ചായയോ സ്നാക്സോ വല്ലതും വേണോ ചോദിക്കും. അതൊക്കെ ഇവിടെ കിട്ടുമോ? അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് വരുത്തിക്കാം, ഒരു ഫോൺ കോൾ മതിയെന്നാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഒരു കോഫി നീ വിളിച്ചു പറ, ശിവേട്ടൻ വരുന്നത് വരെ ഞാനിവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് അനിയത്തി കോഫി ഓർഡർ ചെയ്യാണ് ഹോസ്പിറ്റലിൽ. ഇതേസമയം പിന്നെ കാണിക്കും നമ്മുടെ അലീന കേട്ടോ. അലീന ഇങ്ങനെ അവരുടെ കോളനിയിൽ കൂടെ നടന്നു പോകുമ്പോൾ നാട്ടുകാരെല്ലാം അലീന ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് അലീനയുടെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ അലീന എല്ലാവരെയും നോക്കുക കേട്ടോ. നീ എന്തിനാ ഒച്ച വീണ്ടും വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല ചേട്ടാ എന്ന് അലീന പറഞ്ഞപ്പോൾ നീ പിന്നെ എന്നാത്തിനാ വന്നതെന്ന് ആ ചേട്ടൻ ചോദിക്കുക. അപ്പോൾ ശരണ്യെ കാണാനാണെന്ന് പറഞ്ഞു. എന്തിനാ നീ അവളെ കാണുന്നേ? അവൾക്ക് ധൈര്യം കൊടുക്കണം, അതിന് നിനക്കെന്നാ കാര്യമെന്നാ ചേട്ടന്മാർ അലീനയോട് ചോദിച്ചപ്പം എൻ്റെ അനുജത്തിയാണെന്ന് അലീന ഇങ്ങനെ പറയും കേട്ടോ. അനിയത്തിയോ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടന്മാർ നിൽക്കുന്നു. അലീന അവരുടെ വീട്ടിലേക്ക്, അതായത് ഷാജിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്നു. അപ്പം അമ്മ ഇറങ്ങി വന്നു. അമ്മയോട് മോൾ എന്തിയെന്ന് ചോദിച്ചു. മോളെ സവിതയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പെങ്കൊച്ച് ഇറങ്ങി വന്നു. രാവിലെ ജോലിയെല്ലാം തീർത്തോന്ന് ചോദിച്ചു. അപ്പോൾ ചോറ് വെച്ചു, കറിയൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിയേട്ടനോ അവൻ രാവിലെ ഓട്ടം പോയതാ മോളെ, വന്നില്ല ഇതുവരെ. അപ്പോഴേക്കും അലീന ആ കൊച്ചിൻ്റെ ഡ്രസ്സ് അതെടുത്ത് കൊടുക്കും കേട്ടോ. ഇത് ഞാൻ ഡ്രസ്സും കൊണ്ട് വന്നതാന്ന് പറഞ്ഞപ്പം അയ്യോ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തുണി കൊടുക്കാതെ നടക്കേണ്ടി വന്നേനേലോ എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കുക. അല്ല ഇതെന്താ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അതിനകത്തൊരു കവറ്, അത് വേറൊരു ചുരിദാറാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ കൊച്ചത് തുറന്നു നോക്കി കഴിഞ്ഞപ്പം വേറെ പുതിയ ചുരിദാർ അലീന അതിന് മേടിച്ചുകൊണ്ട് വന്നിരിക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയ്യോ ഇത് പുതിയതാണല്ലോ, ഇതെന്തിനാ കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒരു കോലം ഉണ്ടാക്കി അതിനിടിക്കാനാണെന്ന്, കണ്ണ് കിട്ടാതെയാണെന്നൊക്കെ അലീന പറയുക. അല്ല അത് വാങ്ങിക്കൊണ്ടുപോയ ചുരിദാർ തന്നല്ലോ, പിന്നെ എന്തിനാ എക്സ്ട്രാ ഒരെണമെന്ന് ചോദിച്ചു. ഇവിടെ റിസർവായിട്ട് വെക്കാനാണെന്നും എനിക്ക് ഇനിയും ആവശ്യം വന്നെങ്കിലോ. അപ്പോൾ എൻ്റെ മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഇന്നലെ വയറ്റിനകത്ത് കത്തിയ തീ ഇപ്പോഴും കെട്ടിട്ടില്ല എന്നാ അമ്മച്ചി അന്നേരത്തേക്കും അലീനയോട് പറയുക. ഞാനേ ശരണ്യയുടെ അടുത്ത് പോയിട്ട് വരാം. അപ്പോൾ ഇനിയും പോണോ മോളെ അവിടെ? അന്നേരം പോകണം, അവളെ എഴുന്നേൽപ്പിച്ച് നടത്തണ്ടേ, പഴയതുപോലെ തിരിച്ചെടുക്കണ്ടേ എന്ന് അലീന ചോദിക്കുക. അവർ മോളോട് എങ്ങനെ പെരുമാറുമെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ അന്നേരം ചോദിച്ചു. അവരെല്ലാവരും നല്ല മനുഷ്യരാണെന്നേ, പെട്ടെന്നൊരു കോപം കൊണ്ട് ചെയ്യുന്ന കാര്യം വെച്ച് നമ്മൾ ആരെയും അളക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അതെ പോയിട്ട് ഇങ്ങോട്ട് വരുമോ? പിന്നെ എനിക്ക് ചോറല്ലേ ഇവിടെ, അപ്പോൾ വരണം കേട്ട പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അലീന നേരെ ആ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ കൊച്ചിൻ്റെ, അതായത് ശരണ്യയുടെ അച്ഛൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ ആങ്ങളെ ഇറങ്ങി വന്നു. അലീനയെ കണ്ടു ഇവർ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കും. അലീനയ്ക്ക് പേടിയാട്ടോ. അലീന എന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നു. നീ എന്തിനാ വീണ്ടും വന്നേന്ന് ചോദിച്ചു. ശരണ്യെ കാണണം, ആശ്വസിപ്പിക്കണമെന്ന് അലീന പറഞ്ഞു. അതിനുവേണ്ടി മാത്രം വന്നതാ ഞാനൊന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അവർ അറിഞ്ഞോണ്ടല്ലേ നീ വന്നേ, അവരുടെ ആളല്ലേ നീ. അപ്പം ഞാൻ ശരണ്യയുടെ ആളാണെന്നും ഞാനിവിടെ വരുന്നത്
അവർക്കാർക്കും ഇഷ്ടമല്ല എന്നും അലീന പറയണു. പോകരുതെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം നീ ഇവിടെ വരുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല എന്നാ ചെറുക്കൻ കൊച്ച് പറഞ്ഞപ്പം അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു അലീന. ഞാൻ ശരണ്യയ്ക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് അലീന പറയുമ്പോൾ ശരണ്യയുടെ അമ്മ ഇറങ്ങി വന്നു. അവളെ മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ എന്ന് പറയുമ്പം ഗോപ നീ അവളെ തടയണ്ട, കണ്ടിട്ട് പോട്ടെ എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ട് അലീന അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അലീന അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് പോലീസ് ഇന്നലെ വീട്ടിൽ വന്ന് പരാതി തരാൻ ആവശ്യപ്പെട്ടതാണെന്നും പിന്നെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല എന്നും അതുകൊണ്ടാണ് പരാതി കൊടുക്കാഞ്ഞതെന്ന കാര്യവും അലീന ഇങ്ങനെ പറയാം. അപ്പോൾ അമ്മയും അച്ഛനും ഗോപനൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ദേ ഞാൻ പരാതി കൊടുത്തിരുന്നെങ്കിലോ എന്താകുമായിരുന്നു, നിങ്ങളിപ്പോൾ ജയിലിൽ കയറേണ്ടി വരില്ലായിരുന്നോ എന്നും അലീന ആ ചെറുക്കൻ കൊച്ചിനോട് ചോദിച്ചു. അതല്ല എൻ്റെ വഴിയെന്ന് അലീന ഇങ്ങനെ അവരോട് പറയാം. അപ്പോഴും ഒന്നും മിണ്ടാതെ ഇവരിങ്ങനെ നിൽക്കുക. ഗോപ നീ ഇങ്ങ് മാറി നിന്നേ, അത് ഉപദ്രവിക്കാനൊന്നും വന്നതല്ലല്ലോ, മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചോണ്ട് പോവാ. അപ്പോൾ ദേ ഇതിന് മുന്നേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഒരു പരിചയമില്ല. അതുമാത്രമല്ല ശരണ്യെ ഉപദ്രവിച്ച പ്രതിയുടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണും. നമുക്ക് നോക്കാമെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. നീ സമാധാനപ്പെടാൻ പറഞ്ഞ് മകനെ അച്ഛനെ ആശ്വസിപ്പിക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ അലീന അവിടെ റൂമിലേക്ക് ചെല്ലുവാണ് ശരണ്യെ കാണാൻ. അപ്പോഴും ശരണ്യ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ വെട്ടപ്പോഴത്തേക്കും ശരണ്യ വീണ്ടും ഭയങ്കര ശബ്ദം ഉണ്ടാക്കി കരയുന്നു. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി ഇതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അയ്യോ വെട്ടം വെട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ അലീന ചെന്ന് ഇങ്ങനെ കട്ടിലേക്ക് ഇരുന്നു. മോളെ ശരണ്യ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ അരികിലിരിക്കുക. അപ്പോഴത്തേക്കും കണ്ണ് മറിച്ചിരുന്ന കൈ എടുത്ത് മാറ്റി അലീന ഇങ്ങനെ ശരണ്യ നോക്കുവാണ്. അപ്പോൾ അലീനയെ കണ്ടു. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നമ്മുടെ അലീന ശരണ്യെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ തൊട്ടരികിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക അലീന ശരണ്യോട്. ആരാന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അലീന എന്ന് പറഞ്ഞുകൊണ്ട് പേരിങ്ങനെ പറയൂ കേട്ടോ ശരണ്യ. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഭയങ്കര ഒരു ഇതോടുകൂടി ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും ശരണ്യയുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തുടച്ച് അലീന ഇങ്ങനെ അതിന് തൊട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ പനിയുണ്ടോ മോൾക്കെന്ന് ചോദിച്ചു. അപ്പോൾ അതിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അലീന തന്നെ നോക്കി ഇങ്ങനെ കിടക്കുവാണ്. ആ സമയത്ത് അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടി. എപ്പോഴും ഇങ്ങനെ ഒരേ കിടപ്പാണോ, അങ്ങനെ കിടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നേ, ഇങ്ങോട്ട് എഴുന്നേറ്റേ ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന നിർബന്ധിക്കുക. അപ്പോൾ വേണ്ടാന്ന് കൊച്ചു പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എഴുന്നേൽക്കണം, വേണം, എഴുന്നേറ്റേ ഇങ്ങേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അലീന നിർബന്ധിച്ച് അതിനെ ഏൽപ്പിക്കുന്നേ. അങ്ങനെ എഴുന്നേറ്റ് ഇരുന്നു. ഇന്നലത്തെക്കാളും ഇടുക്കിയായല്ലോ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര സ്നേഹം അതിനോട്. എന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ട അമ്മ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അലീന ഇതിനോട് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ദേ തളർന്നു പോകരുത് നമ്മൾ കേട്ടോ, എല്ലാവരുടെയും മുന്നിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിൽക്കണം നമ്മൾ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതുകൊണ്ടൊന്നും നിന്നെ തളർത്താൻ പറ്റത്തില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, മനസ്സിലായോ? നമ്മുടെ ജീവിതം തകർന്നു പോയെന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മൾ കാണുന്നവർക്കും അങ്ങനെ തന്നെ തോന്നും. അയ്യോ ആ കൊച്ചിൻ്റെ കിടപ്പ് കണ്ടോ, അതിൻ്റെ ജീവിതം തൊലഞ്ഞു പോയല്ലോ എന്ന് നിന്നെ കാണുമ്പോൾ ആളുകൾ പറയണോ? അവരുടെ സഹതാപമാണോ നിനക്ക് വേണ്ടത്? അതിനു വേണ്ടിയാണോ നീ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുക ശരണ്യോട്. ശരണ്യ അന്നേരം അലീനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോയിന്റുകൾ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമുക്കൊരാശ്വാസം തോന്നും. ശരിയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, എൻ്റെ അവസ്ഥയും എൻ്റെ സങ്കടവും അവർ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാനും പോകുന്നില്ല. നമുക്കെന്താ വേണ്ടത്? ധൈര്യമാണ് വേണ്ടത്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യമാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അമ്മ അലീനെ അന്തം വിട്ട് നോക്കി നിൽക്കാം. മുന്നോട്ട് നടക്കാനുള്ള ധൈര്യം നമുക്ക് വേണം. ആളുകളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ഞാൻ നശിച്ചു പോയില്ലേ ചേച്ചി എന്നിങ്ങനെ ശരണ്യ ചോദിക്കുമ്പം അതിലെനിക്ക് സങ്കടം വന്നു. ആരാ മോളെ നശിച്ചേ? അപ്പം നിന്നെ ദ്രോഹിച്ചവന്മാരല്ലേ നശിച്ചത്, അവരുടെ ജീവിതം അല്ലേ, അങ്ങനെയല്ലേ നശിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ കൊച്ചിനോട് പറയാം. നിനക്ക് നാളെ റോഡിലിറങ്ങി നടക്കാം, സ്കൂളിൽ പോയി പഠിക്കാം, കോളേജിലോ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ചേർന്ന് നിനക്ക് പഠിക്കാം. പഠിപ്പ് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്കും നിനക്ക് കയറാം. നിന്നെ ദ്രോഹിച്ചവരോ, അവന്മാരുടെ അവസ്ഥ എന്താ? അവരപ്പോഴും ജയിലിലായിരിക്കും. ആരുടെ ജീവിതം മോളെ നശിച്ചത്? അന്നേരം എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശരണ്യ ഭയങ്കര കരച്ചിൽ അലീനയുടെ മുന്നിൽ. അപ്പം അലീന പറഞ്ഞു, എന്തുകൊണ്ട് വയ്യ? അങ്ങനെ നീ എന്തിനാ ചിന്തിക്കുന്നേ? നിനക്കിങ്ങനെ സംഭവിച്ചത് നിന്റെ തെറ്റല്ലല്ലോ. നിന്നെ സംരക്ഷിക്കേണ്ടവർ അത് വേണ്ടുന്നതുപോലെ ചെയ്തില്ല. പിന്നെ ദേശത്ത് ഓരോ പെൺകുട്ടിയും അത് ഈ അവരുടെ ഇടയിൽ പെൺകുട്ടികളെ ദ്രോഹിക്കുന്നവരുണ്ടാകുന്നതേ അത് വലിയൊരു കുറ്റം തന്നെയാണ്.
അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് ആ നാട്ടുകാർ തന്നെയാണെന്നൊക്കെ പറയുമ്പം ഞാൻ അവൻ്റെ കൂടെ പോയിട്ടല്ലേ ചേച്ചി എന്ന് ശരണി അന്നേരം ചോദിച്ചു. അത് മോളെ, പെൺകുട്ടികൾ അങ്ങനെയാ, ആൺകുട്ടികളെ സ്നേഹിക്കും. ആ പ്രായം അതിനൊക്കെ ഒരു കാരണമാണ്. അവരെ വിശ്വസിക്കും, അവൻ ചതിക്കും എന്ന് വിചാരിച്ചാണോ നീ പോയത്? അല്ലല്ലോ. അങ്ങനെ നീ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ശരണ്യയോട് അലീന ചോദിക്കുമ്പോൾ ശരണ്യ ഇങ്ങനെ അലീനെ തന്നെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.